Let us lift our Bibles and keep it with your heart. ദൈവത്തിൻ്റെ വചനത്തിലുള്ള, മാറ്റമില്ലാത്ത വചനത്തിലുള്ള, എന്തു പറഞ്ഞതും ചെയ്യുന്നവനായ ദൈവം, വിശ്വസ്തനായ ദൈവത്തിൻ്റെ വിശ്വസ്തമായ വചനങ്ങളിലുള്ള ആഴമേറിയ വിശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്ന് ആ വചനം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും സ്വന്തമാക്കാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിൽ നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും എനിക്ക് ലഭിക്കുമെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം. ദൈവവചനം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എന്താണ് ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ദൈവത്തിൻ്റെ ദൈവം എന്തിനാണ് തരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 31 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. If you make home of my word, you shall be my disciples, and you will know the truth, and the truth will set you free. Praise the Lord. Hallelujah. If you make my word home, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണത്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? എന്താ നിങ്ങളെ സ്വതന്ത്രരാക്കണത്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പക്ഷേ ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രശ്നങ്ങളിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾക്ക് മോചനം തരാൻ സത്യത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. Hallelujah. Hallelujah. Provided if you know the truth. നീ ആ സത്യം അറിയുന്നെങ്കിൽ മാത്രം. രണ്ടാമത് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ സത്യത്തിൽ നീ നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. Hallelujah. നിന്റെ രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക ബാധ്യതയായിക്കൊള്ളട്ടെ, കുടുംബ പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിൽ നിന്നും നിനക്ക് മോചനം തരുവാനുള്ള അല്ലെങ്കിൽ മോചനം തരുന്ന ഒരു കാര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെന്താണ്? അത് ദൈവത്തിൻ്റെ സത്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ചില നുണകളാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
യേശുവിൻ്റെ അടുക്കൽ ഒരു ശതാധിപൻ വന്ന് പറഞ്ഞു, എൻ്റെ മകള് രോഗബാധിതയായി കിടക്കുകയാണ്, അവൾ മരണാസന്നയായിട്ട് കിടക്കുകയാണ്, ഉടനെ നീ വരണം. അങ്ങനെ യേശു പറഞ്ഞു, എന്നാൽ വരാം എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നുണ്ട്, ഒരു രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് കുറെ ബഹളമൊക്കെ ഉണ്ടാക്കി, അവിടെ ഒരു അത്ഭുതമൊക്കെ നടന്ന് കുറെ സമയം അങ്ങനെ അങ്ങ് പോയി. അപ്പോഴത്തേക്കും ഇവിടുന്ന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ബാലികയ്ക്ക് എന്ത് പറ്റി? ബാലിക മരിച്ചു, ഇനി സമയം കളയണ്ട, യു ആർ ലേറ്റ്. ഉടനെ യേശു എന്താ പറഞ്ഞത്? അവൾ ഉറങ്ങുകയാണ്, വിഷമിക്കണ്ട, ലെറ്റ് us go. വിശ്വസിക്കുക, വിശ്വസിക്കുക. എന്തിൽ വിശ്വസിക്കണം? സത്യത്തിൽ വിശ്വസിക്കണം. സത്യം എന്താ പറഞ്ഞിരിക്കണത്? എന്താണ് സത്യം? സത്യം എന്താണെന്ന് അറിയണം. യോഹന്നാന്റെ സുവിശേഷം 17:17 നമ്മൾ ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. കിട്ടിയവരൊന്ന് വായിച്ചോ. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. അനേകം ക്രൈസ്തവര്, പ്രത്യേകിച്ച് കത്തോലിക്കര്, നമുക്ക് ഈ വചനം നമുക്ക് അറിഞ്ഞുകൂടാ, ഈ വചനത്തെ നമ്മൾ ഉപയോഗിക്കാറില്ല, ഈ വചനത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ ഭരിക്കുന്ന, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇന്നും അടിമപ്പെട്ട് കിടക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം തരേണ്ട സത്യം ആകുന്ന വചനം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അബദ്ധങ്ങളും മണ്ടത്തരങ്ങളുടെ അകത്തുനിന്ന് വലിയ മണ്ടത്തരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതങ്ങൾ അറിഞ്ഞുകൂടാ, അവയുടെ ശക്തി അറിഞ്ഞുകൂടാ. എന്താണ് വിശുദ്ധ ലിഖിതത്തിന് ശക്തി ഉണ്ടോ? ആര് പറഞ്ഞു? വിശുദ്ധ ലിഖിതത്തിന് ശക്തിയുണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറയാൻ? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല വിശുദ്ധ ലിഖിതത്തിന് ശക്തി. എബ്രായരുടെ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം എടുക്കുക. ഈ വചനം അറിയണം പ്രിയമുള്ളവർ. ഇത് വെറുതെ നമ്മൾ ചുമന്നുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഇത് വീട്ടിൽ പൂജിച്ചു വെച്ചിട്ടും കാര്യമില്ല, ഇത് ഉപയോഗിക്കണം, ഇത് പഠിക്കണം. മേക്ക് ഹോം ഓഫ് മൈ വേർഡ്. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം. വിൽ കം ബാക്ക് ടു ദാറ്റ്. അതിനു മുമ്പ് എബ്രായർ ലേഖനം 4:12 പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമൊക്കെ ആയിരിക്കും, പക്ഷേ യു സ്റ്റിൽ ഡോണ്ട് ബിലീവ് ഇറ്റ്. ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. വിശ്വസിക്കുന്നില്ല. അറിയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ബൈബിളില്? അതിലേക്ക് നിന്നെ ജീവിതത്തെ സമർപ്പിക്കുക എന്നാണ് അർപ്പിക്കാം. ഹാവിങ് സബ്മിറ്റ് യുവർ സെൽഫ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. അതാണ് നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ ചിലപ്പോൾ ധ്യാനമൊക്കെ കൂടി കുറെ വചനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അത് വെറും ഇൻഫർമേറ്റീവ് ആണ്. യു ഹാവ് നോട്ട് സബ്മിറ്റഡ് യുവർ ലൈഫ് ടു ദാറ്റ് വേർഡ്. യു ഹാവ് നെവർ മെയ്ഡ് ദാറ്റ് വേർഡ് ഹോം. അപ്പൊ അതുകൊണ്ട് എബ്രായർ ലേഖനം 4:12 വായിക്കാം. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. It is active and alive. There is power in the word of God എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. Hallelujah, hallelujah. But many Christians, especially Catholics, do not know that there is power in the word.
ഇതറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിൽ കിടന്ന് ഇങ്ങനെ ഉരുളുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ യേശുവേ യേശുവേ യേശു എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. യേശുവിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ, യേശുവിനോട് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ യേശു ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്കൊരു ഓണം ബമ്പർ അടിച്ചു തന്നാൽ വലിയ ഗുണമായിരുന്നു, എല്ലാ പ്രശ്നവും സോൾവായി. ഇല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതാ പറയുന്നത്. കാരണം വേറൊന്നും അറിയാൻ പാടില്ല. ആകപ്പാടെ ലോകത്ത് നിന്ന് എന്താ കിട്ടുന്നത് അത് മാത്രമേ അറിയുള്ളൂ. ഓണം ബമ്പർ തരുമെന്ന് ദൈവത്തിൻ്റെ വചനം നിനക്കൊരു വാഗ്ദാനവും തരുന്നില്ല. അതുകൊണ്ട് നീ എന്താണ് ചോദിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നീ പ്രാർത്ഥിക്കണം. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ വെച്ച് നീ പ്രാർത്ഥിക്കണം ദൈവത്തോട്. അപ്പോഴാണ് ആ വചനം നിനക്ക് ദൈവം തരികയുള്ളൂ. അതാണ് വിശ്വാസം എന്ന് പറയുക. അപ്പോ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. The word of the Lord is active and alive. There is power, there is life in the word. Praise the Lord. Hallelujah. Hallelujah. അതിന് നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും എവിടെയും ചെന്ന് പ്രവർത്തിക്കാനായിട്ട് അതിന് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീട്ടിലിരിക്കുന്ന ശതാധിപന്റെ വേറൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. വേറൊരു ശതാധിപന്റെ ഭൃത്യൻ സുഖമായി കിടക്കുന്നു പറഞ്ഞു. ഉടനെ യേശു പറയുകയാണ്, നീ പൊയ്ക്കോ, അവൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാരണം the word can go miles and distance. നിന്റെ അപ്പുറത്തിരിക്കുന്ന സാഹചര്യ സ്ഥലങ്ങളിലേക്കും ഈ വചനത്തിന് പോകുവാനുള്ള ശക്തിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഒരു വാക്യം കൂടി പറയുന്നുണ്ട്. മത്തായി 16:19 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതായത് ഒരു വ്യാഖ്യാനം അതിൻ്റെ നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ്. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്താൽ നമ്മുടെ പാപങ്ങൾ ഇവിടെ മോചിച്ചു കഴിഞ്ഞാൽ എവിടെ മോചിക്കപ്പെട്ടിരിക്കും? അത് സ്വർഗത്തിൽ മോചിക്കപ്പെട്ടിരിക്കും. ഇവിടെ അഴിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അതിന് സ്വർഗം വരെ പോയിട്ട് പറയേണ്ട കാര്യമില്ല. പ്രൈസ് ദ ലോർഡ്. യേശുനാമത്തിൽ ചെയ്ത്. രണ്ടാമത് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവത്തിന്റെ വചനം വെച്ചുകൊണ്ട് നിനക്ക് നിന്റെ കുടുംബത്തില്, നിന്റെ അമേരിക്കയിലോ UK-ലോ ഉഗാണ്ടയിലോ ഇരിക്കുന്ന നിന്റെ സഹോദരനോ സഹോദരിക്കോ വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വചനത്തിന് അവിടെ ചെന്ന് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നീ അഴിക്കുന്നത് അവിടെ അഴിക്കപ്പെട്ടിരിക്കും വിശ്വാസത്തോടെ. ഇവിടെ നീ കെട്ടുന്നത് അവിടെ കെട്ടപ്പെട്ടിരിക്കും. അപ്പോൾ ഇത്രമാത്രം ശക്തി ഈ വചനത്തിനുണ്ട്. പക്ഷേ ഈ വചനത്തിന്റെ ശക്തിയോ ഇതിനെന്താണ് പറഞ്ഞിരിക്കുന്നതോ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കിടന്ന് സർപ്പദർശനം ഏറ്റുകൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് ദൈവം കുറെ ആംബുലൻസും കുറെ ഹോസ്പിറ്റൽ ഡോക്ടർമാരെയൊന്നും അയച്ചൊന്നുമില്ല. അവിടെ എന്താ അയച്ചത്? രോഗം വന്നപ്പോ എന്താ അയച്ചത്? ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 മരുന്നോ ലേപന ഔഷധമോ അല്ല അവരെ സുഖപ്പെടുത്തിയത്, അവിടുത്തെ വചനമാണ്. വചനമാണ്. മരുഭൂമിയിൽ സർപ്പദംശനമേറ്റ് മരിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ സുഖപ്പെടുത്തിയത് പ്രിയമുള്ള മരുന്നോ ലേപനമോ അല്ല, ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ വചനം എന്ത് പറഞ്ഞു? വചനം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ ഒരു വടിയിന്മേൽ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വെക്കുക, ആ സർപ്പത്തെ നോക്കുന്നവരൊക്കെ രക്ഷപ്പെടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സർപ്പത്തെ നോക്കിയ എല്ലാവരും പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു, സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്. ആ വചനം പറയുന്ന വചനം അനുസരിക്കുമ്പോൾ അത് നിനക്ക് വിടുതലും സൗഖ്യം തരും. നമ്മുടെ പ്രശ്നം, we don't know any word.
നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. നമ്മൾ ലോകത്തിൻ്റെതായ കുറേ വേർഡുകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം അതൊക്കെ പഠിക്കണം, നല്ലതാണ്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയിൽ അതിൻ്റെ അകത്ത് 8% മാത്രമേ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാക്കി 92% ദൈവത്തെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ വചനത്തെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാനായ സയന്റിസ്റ്റിനെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ ബ്രെയിനിന്റെ 20% അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു. 20% പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമ്മുടെയൊക്കെ ബ്രെയിനിന്റെ ഏതാണ്ട് ഒരു അംശം മാത്രമേ നമ്മളിപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് മുഴുവനും നിന്റെ മെമ്മറി, നിന്റെ അറിവിന്റെ ഭാഗം, ആ സ്റ്റോർ ചെയ്യുന്ന ഭാഗം എല്ലാം നിറയ്ക്കേണ്ടത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് നിറയ്ക്കേണ്ടത്. അത് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, നിന്റെ ആവശ്യ സമയങ്ങളിൽ അത് നിനക്കെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദ വേർഡ് വിൽ സെറ്റ് യു ഫ്രീ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ അത് പാഴ്സലായിട്ട് തരില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ അത് വചനമായിട്ടേ തരുവുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം നീ വിശ്വസിക്കുകയും ആ വചനം എങ്ങോട്ടാണ് തരുന്നത്? ഈ വചനം തരുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വചനം നിന്റെ ആത്മാവിനുള്ളതാണ്. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 6:63 നമ്മൾ വായിക്കുന്നുണ്ട്. സമയക്കുറവുണ്ട്, ഞാൻ വായിച്ചു വിടുക. 6:63 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. The words I have spoken to you is spirit and life. അതിന് ജീവൻ തരാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ആത്മാവുണ്ട്. ഈ വചനമാണ് ദൈവം നമുക്ക് നൽകുക. ഈ വചനം നിന്റെ ആത്മാവിൽ കടന്ന് ചെല്ലണം. നിന്റെ ആത്മാവിനുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. പക്ഷേ പലപ്പോഴും നമ്മൾ വചനത്തെ അങ്ങനെയല്ല കാണുന്നത്. വചനത്തെ നമ്മൾ വെറുതെ നോവൽ വായിക്കുന്ന പോലെ, കഥ വായിക്കുന്ന പോലെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനത്തിനെ നീ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ നിന്റെ ആത്മാവിലേക്ക് നിക്ഷേപിക്കണം. ആൻഡ് മേക്ക് ഹോം വിത്ത് യുവർ വേർഡ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വചനം പറഞ്ഞിരിക്കുന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത് വരെ യു നീഡ് ടു ഹോൾഡ് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ എന്തെങ്കിലും ആവിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ദൈവം നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ നീ വിശ്വസിക്കണം. അതിനെ നീ ഹൃദയത്തിലേക്ക് തന്നെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. ഇതാണ് ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത്. കാനായില് വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നപ്പോൾ എന്താ ചെയ്തത്? ഉടനെ അടുത്ത മാർക്കറ്റിൽ പോയിട്ട് 10 കിലോ മുന്തിരി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാ? ഇല്ല. അല്ലെങ്കിൽ ദൈവം മാതാവ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മാതാവിന് തോന്നി ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, എങ്ങനെയെങ്കിലും 2 ഗാലൻ വീഞ്ഞ് കൊണ്ടുവരണം, ദൈവമേ എന്തെങ്കിലും ഒരു പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നാ? നോ. ഗോഡ് വിൽ നെവർ ഗീവ് എനിത്തിങ് ഇൻ മെറ്റീരിയൽ. ഹല്ലേലൂയ. ഒരു സ്ഥലത്തും ബൈബിളില് ദൈവം മെറ്റീരിയൽ സാധനങ്ങൾ കൊടുക്കത്തില്ല. ഗോഡ് വിൽ ഗിവ് യു എ വേർഡ് ടു യുവർ സ്പിരിറ്റ്. നിന്റെ ആത്മാവിന് വേണ്ട ഒരു വചനം അവിടുന്ന് തരും. അങ്ങനെ കാനായില് വീഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, ഇവിടെ വീഞ്ഞു തീർന്നിവിടെ പ്രശ്നമാണ്. എന്നാ പുത്രനോട് പറയാം, പുത്ര കുറച്ച് വീഞ്ഞ് എവിടെയെങ്കിലും മേടിച്ചോണ്ട് വരാൻ പറയാം. പുത്രൻ പറയാം, ഇന്ന കടയിൽ പോയി മേടിച്ചോ, ഞാൻ പൈസ കൊടുത്തേക്കാന്ന് പറയും. ഇല്ല. അമ്മ പറയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. He will say something to your spirit. He will say something to your spirit and make a home of that word. ആ വചനം നീ ഉൾക്കൊള്ളുകയാണെങ്കിൽ, സ്വീകരിക്കുകയാണെങ്കിൽ, ആ വചനം നീ അനുസരിക്കുകയാണെങ്കിൽ, ആ വചനത്തിൽ നീ നിലനിൽക്കുകയാണെങ്കിൽ, the word will bring the blessing. Hallelujah. ഒച്ചത്തിൽ പറയാം, hallelujah, hallelujah.
അപ്പോൾ വീഞ്ഞു തീർന്നപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഭരണികളിൽ മുഴുവനും വെള്ളം നിറയ്ക്കുക. എവ്രി ടൈം ഇൻ യുവർ ലൈഫ് ഇഫ് യു ആർ ആസ്കിങ് ഫോർ എ ബ്ലെസ്സിങ്, നീ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ തിരിച്ചറിയുക, ദൈവം അനുഗ്രഹമല്ല തരിക, ദൈവം നിനക്ക് അനുസരിക്കാൻ ഒരു വചനം തരും. ആൻഡ് ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, ഇഫ് യു ഫെയ്ത്ത്ഫുള്ളി ഒബേ ഇറ്റ്, ആ ദൈവത്തിന്റെ വചനം വിശ്വസിച്ചുകൊണ്ട് നീ അത് അനുസരിക്കുകയാണെങ്കിൽ ആ വചനം നിന്റെ ജീവിതത്തിൽ ആ ബ്ലെസ്സിങ് കൊണ്ടുവന്ന് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ വചനം ആത്മാവിനുള്ളതാണ്. എങ്ങനെയാണ് നിനക്ക് ഈ വചനത്തിന്റെ ബ്ലെസ്സിങ് കിട്ടുക? രണ്ട് തരം വചനങ്ങളാണ് ബൈബിളിൽ നോർമലി ഉള്ളത്. ഒന്ന് അനുസരിക്കാനുള്ള വചനം, രണ്ട് വാഗ്ദാനങ്ങൾ, വിശ്വസിക്കാനുള്ള വചനങ്ങൾ. അപ്പോ ഈ വിശ്വാസം എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത്. ഈ വിശ്വാസം നിനക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ, ക്യാൻസർ വരുമ്പോൾ യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. കാരണം നിനക്ക് വിശ്വാസമുണ്ടാകണം, വിശ്വാസമുണ്ടാകണം. ഈ വിശ്വാസം നിനക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 16-ാമത്തെ അധ്യായം. വിശ്വാസം ലഭിക്കണം എന്നുണ്ടെങ്കിൽ റോമാലേഖനം 1 തുടങ്ങാം. 1 തൊട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ വിശ്വാസമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. റോമാലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുകയാണ്, അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന്റെ വിധേയത്വം എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ റോമാലേഖനം 16:26 നമ്മൾ വായിക്കുന്നുണ്ട്. 16:26 പോകുന്നതിന് മുമ്പ് റോമ 10:17 നമ്മൾക്കൊന്ന് വായിക്കാം. ഈ വിശ്വാസം എവിടുന്നാണ് വരുന്നത്? ആകയാൽ വായിച്ചോ. അതെ, സോ വിശ്വാസം വരുന്നത് കേൾവിയിൽ നിന്നാണ്. കേൾവി എന്തിൽ നിന്നാണ്? യേശുക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ചുള്ള കേൾവി നിനക്ക് കിട്ടണം. ഈ കേൾവി നിനക്ക് കിട്ടുമ്പോൾ ആ വചനത്തിന് നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കണം. അപ്പോഴാണ് നിനക്ക് എന്തുണ്ടാവുക? വിശ്വാസം ഉണ്ടാവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ കേൾവിയാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കാൻ വരണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമ്മളിങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. അവിടെ ഓടി ഇവിടെ ഓടിയ കാര്യം, നമുക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി. ഇങ്ങനെ കുറേ ഓടുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊരു ഗുണമുണ്ട്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരും ജീവിതത്തെ തിരുത്തുവാനായിട്ട് താല്പര്യമുള്ളവരല്ല. ലൂമൻ ഫിദേ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ മനോഹരമായ വിശ്വാസത്തെക്കുറിച്ചൊരു പുസ്തകമുണ്ട്. അതിലിങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യന് സ്വാഭാവികമായി വരുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇസ്രായേൽ ജനം ഇതുപോലെ തന്നെയാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം കണ്ടപ്പോൾ അവർക്ക് മോശ വഴി അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ഈജിപ്തിലേക്കുള്ള യാത്രയിൽ സീനായ് മലയുടെ താഴെ എത്തിയപ്പോൾ അവര് മോശ മലമുകളിലേക്ക് കയറിപ്പോയി. മോശ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ആകെപ്പാടെ അസ്വസ്ഥത. കുറച്ച് നാളായിട്ട് മോശനെ കാണും. 40 ദിവസം മോശ മിസ്സിംഗ് ആണ്. ഉടനെ അവർ അസ്വസ്ഥരായി കഴിഞ്ഞാൽ ഉടനെ അവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവരൊരു വിഗ്രഹത്തെ അങ്ങ് ഉണ്ടാക്കി. അഹറോനോട് പറഞ്ഞു, നമുക്കൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി. കാരണം മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യന് നഷ്ടമാകുമ്പോൾ നമ്മൾ ഉടനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനത്തെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ആ ദൈവത്തിന്റെ സ്ഥാനം അതിനങ്ങ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇസ്രായേൽ ജനം ഉണ്ടാക്കിയ വിഗ്രഹം എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു ദൈവത്തിന്റെയും വിഗ്രഹമല്ല അവരുണ്ടാക്കിയത്. ഈജിപ്തുകാർ കാളയെ ആരാധിക്കാറില്ല. അവർക്ക് തോന്നിയ ഒരു സാധനത്തിനെ ഉണ്ടാക്കുകയാണ്.
അപ്പോൾ അങ്ങനെ അവർക്ക് തോന്നിയൊരു സാധനത്തിന് ഉണ്ടാക്കി അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി, ഇത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലുണ്ട്. വിശ്വാസമില്ലാത്ത എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കാണുന്നതാണ്. കാരണം വചനത്തിന് വിധേയപ്പെടാൻ തയ്യാറല്ല നമ്മൾ. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു ആധ്യാത്മികത നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് വിഗ്രഹം എന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു എക്സാമ്പിൾ, നൊവേനയ്ക്ക് പോവുക. നൊവേനയ്ക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? നോ. God will never speak to you in novena. Praise the Lord. അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ മതി. എല്ലാ പരിഭവങ്ങളും പരാതികളും പറയാ, പിന്നെ കുറച്ച് തിരി കത്തിക്കുക, മാലയിടുക, ഇങ്ങോട്ടൊന്നും പറയണത് കേൾക്കണ്ട. അതുകൊണ്ടാണ് നൊവേനയ്ക്ക് ഭയങ്കര ക്രൗഡ്. എന്നാൽ ആ ക്രൗഡിനോട് ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാവൂല. കാരണം എന്താ? ഇങ്ങോട്ട് പറയും. ഇങ്ങോട്ട് പറയുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ജീവിതത്തിൽ മാറ്റം വരുത്താൻ പലപ്പോഴും നമ്മൾ തയ്യാറില്ല. നൊവേന വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നമുക്കറിയാം പുണ്യവാന്മാരുടെ ഐക്യം എന്നുള്ളൊരു വിശ്വാസ സത്യമുണ്ട്. അതിൽ വിശുദ്ധന്മാരുള്ള പ്രാർത്ഥന, അവരുടെ മാധ്യസ്ഥം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹദായകമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. വിശുദ്ധ തോമസ് അക്വൈനസ് ഇങ്ങനെ പറയാറുണ്ട്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയും ചെയ്തിരുന്ന വ്യക്തികൾ മരണശേഷം അവരുടെ ജീവിതത്തിലൂടെ അത്ഭുതകരമായ ശക്തി അവർക്ക് ദൈവത്തിലൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയും. അപ്പോൾ ഓരോ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ഈ ലോകത്തിൽ അവർ ചെയ്തിരുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് അവരിലൂടെ അവരുടെ മാധ്യസ്ഥത്തിന് ശക്തി വർദ്ധിക്കുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കാം. അത് നമ്മുടെ ക്രൈസ്തവത്തിൽ വലിയൊരു ഹെൽപ്പാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ അത് വെറും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയാക്കി നമ്മൾ അതിനെ മാറ്റും. അവിടെ നമ്മുടെ ആധ്യാത്മികത കൊണ്ട് തളച്ചിടും. അത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് നമ്മുടെ ആധ്യാത്മികത മുഴുവൻ തകർക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നൊവേന നല്ലതാണ്. നൊവേന നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം നമുക്ക് ഇത്രമാത്രം വിശുദ്ധന്മാർ സഭ നമുക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ മാധ്യസ്ഥം വളരെ ശക്തിയേറിയതാണ്. അത് നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ വെറും വിജാതീയരെ പോലെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ അർപ്പിച്ച് കുറേ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ മറ്റ് സഭക്കാർ, അതുകൊണ്ടാണ് നമ്മളെ അത് വിഗ്രഹാരാധന എന്ന് പറയും. കാരണം അതിൻ്റെ അകത്തൊരു എലമെൻ്റ് ഓഫ് ഐഡൽ വർഷിപ്പ് വരുന്നുണ്ട്. അത് നേരായ വണ്ണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്, ഈ ലോക ജീവിതത്തിന് എത്രയോ സഹായകവും എത്രയോ അനുഗ്രഹപ്രദമാണ് വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ സംസാരിക്കാൻ കഴിവില്ലാത്ത കാര്യങ്ങളിൽ ഭക്തി അർപ്പിച്ച് ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലിന് പറയുന്നതാണ് വിഗ്രഹ ആരാധന. ഹല്ലേലൂയ. അത് അവിശ്വാസത്തിന്റെ ഒരു ഘടകമാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നു നമ്മൾ വിശ്വാസിയാണ്, കാരണം പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്, കുർബാനയുണ്ട്, എല്ലാത്തിനും പോകുന്നുണ്ട്. പക്ഷേ കുർബാനയ്ക്ക് പറയുന്ന കട്ടിയായ വാക്കുകൾ പറയുന്നതെല്ലാം നമ്മൾ പതുക്കെ കണ്ണടച്ച് കളയും. അതൊന്നും നമുക്ക് താല്പര്യമില്ല. ദൈവം സംസാരിക്കും. നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും God has a word to you, and you need to believe that word, and you need to submit your life to that word. Then the word will bring the deliverance. Hallelujah. അപ്പോ നമ്മൾ ഈ വചനം കേൾക്കാൻ താല്പര്യമില്ല, കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും ദൈവം പറയും. നമ്മുടെ ജീവിതത്തിൽ പലതും മാറ്റാൻ ദൈവം പറയും. അത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയും കൊണ്ട് നടക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രശ്നമുണ്ട് കുറേ പേര്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കേൾക്കും, ഇഷ്ടമില്ലാത്ത അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കും. അത് മനുഷ്യ സഹജമായ ഒരു ടെൻഡൻസിയാണ്. അങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? യു വിൽ ബി ഇൻ ട്രബിൾ. നിങ്ങളെ ഭരിക്കുന്ന പ്രശ്നങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിന്നുകൊണ്ടേയിരിക്കും. until and unless you submit your life to Christ and His word. അതുകൊണ്ട് റോമാലേഖനം 16 നമ്മൾ പറയുന്നു, വായിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുക, 16:26. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. അപ്പോൾ ദൈവം കുറെ നാളുകളായിട്ട് മറയ്ക്കപ്പെട്ടിരുന്ന ദൈവിക രഹസ്യങ്ങൾ ദൈവം പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയ ലിഖിതങ്ങൾക്ക് നീ എന്തു ചെയ്യണം?
ആ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. ഈ വചനം എന്തിനാ വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ അതിന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിനെയാണ് അനുസരണം എന്ന് പറയുക. ഇങ്ങനെ ദൈവം അനുസരിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നീ അനുസരിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസം നിന്റെ കയ്യിലുള്ളപ്പോ നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും നിനക്കൊരു വചനം കിട്ടിയാൽ മതി. I need the word from the Lord and I will cling to the Lord and I believe the word will set me free. Praise the Lord. Hallelujah. അപ്പോ ഇതാണ് വിശ്വാസ പരിശീലനം എന്ന് പറയാം. അപ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. അത് ദൈവ വചനത്തിനോട് അനുസരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. ഇവിടെയൊക്കെ എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു 10-15 പ്രോമിസസ് തരുന്നുണ്ട്. പക്ഷെ എത്ര പേര് അതുകൊണ്ട് വീട്ടിൽ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം, വളരെ ചുരുക്കം. വചനം നിലനിൽക്കണം. നിങ്ങൾ വചനത്തില് ദൈവത്തിന്റെ വചനം തന്നു കഴിഞ്ഞാൽ ആ വചനം നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് വരെ യു നീഡ് ടു ഹോൾഡ് ദാറ്റ് വേർഡ്. ആ വചനത്തെ പിടിക്കണം. ഇതിനാണ് പറയുക മേക്ക് ഹോം ഓഫ് ദ വേർഡ് എന്ന് പറയുക. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം വായിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. എന്നെ സ്നേഹിക്കുന്ന വചനം പാലിക്കും. അങ്ങനെ വചനം പാലിക്കുന്നവന്റെ കൂടെ ആരുണ്ടാവും? God will make home with you. ഇതേപോലെ നിന്റെ ജീവിതത്തില് നീ വചനത്തിൽ നിലനിൽക്കണം. ഇന്നൊരു വചനം കിട്ടിയിട്ട് അത് അപ്പൊ തന്നെ പ്രാവർത്തികമാകില്ല. മറിയമേ നിനക്ക് സ്വസ്തി, നീ സ്ത്രീകളിൽ ഭാഗ്യവതി. വണ്ടർഫുൾ. എന്താണ് മാലാഖയെ കാര്യം? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ യേശു എന്ന് വിളിക്കപ്പെടും. അവൻ അനേകരെ ലോകത്തിന്റെ രക്ഷകനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിറ്റേ ദിവസം യേശു ജനിച്ചാ? ഇല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്താണ്? നിന്റെ വചനം അപ്പുറത്തെ സെലീനാമ്മയുടെ ഉദരത്തിൽ ഫലിക്കട്ടെ. അല്ലേ? നമുക്ക് കട്ടിയുള്ള സാധനം നമുക്ക് വേണ്ട. ലൈറ്റായിട്ടും ബ്ലെസ്സിങ് ആയിട്ടുള്ള സാധനമൊക്കെ നമുക്ക്, മറ്റതൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാൻ പറയും. അല്ലേ? ദൈവം എത്രയോ വാക്കുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ കട്ടിയായ ആ വചനത്തോട് അവൾ പറഞ്ഞു, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാവുന്ന കട്ടി നിങ്ങൾക്ക് അറിയാം, വളരെ കട്ടിയുള്ള കാര്യമാണ്. പക്ഷെ അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. സബ്മിറ്റിംഗ് യുവർ വിൽ ടു ദ വിൽ ഓഫ് ഗോഡ്. ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുക. അങ്ങനെ അവള് ആ വചനത്തെ ഗർഭം ധരിച്ചു. The word is been spoken to Mary's spirit and Mary made home with the word. അങ്ങനെ വചനത്തോട് അവളെ വചനത്തിൽ നിലനിന്നു. എത്ര നാള്? 9 months. Hallelujah. Then the word became flesh. ഇങ്ങനെയാണ്. അല്ലാണ്ട് രക്ഷകൻ മേരിയെ നീ രക്ഷകനായിട്ട് വിളിച്ചിരിക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ജീവിതത്തിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും, നീ എല്ലാം സകല മനുഷ്യരെയും മാതാവായിരിക്കും, നാളെ പുൽക്കൂട്ടിൽ ഒരു കുഞ്ഞ് നിനക്ക് ജനിക്കും എന്നല്ല പറഞ്ഞത്. Blessing won't come outwardly. Blessing will come through the word. Hallelujah. Hallelujah. And you need to hold the word in your spirit and make home with the word. ആ വചനത്തെ നീ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആ ഓരോ വാഗ്ദാനങ്ങൾക്ക് ഓരോ സമയമാണ്. വെള്ളം വീഞ്ഞാക്കാനായിട്ട് ഏതായാലും മണിക്കൂറുകളെ വേണ്ടിയൊന്നുള്ളൂ. പക്ഷേ യേശുക്രിസ്തു വരാൻ 9 മാസം എടുക്കും. പ്രൈസ് ദി ലോർഡ്. Every word has its own time. Its own time. 105-ാം സങ്കീർത്തനം
പൂർവ്വ ജോസഫിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. 17-ാം വയസ്സിൽ ജോസഫിന് വേർഡ് കിട്ടി. എന്താ ജോസഫിന് കിട്ടിയ വേർഡ്? ചെറുപ്പക്കാരെ, യങ് ബ്ലഡ്, സ്നേഹമുള്ള യുവജനങ്ങളെ, യുവതികളെ, ജോസഫിന് കിട്ടിയ വേർഡ് എന്താണ്? അറിഞ്ഞുകൂടാ. അതാ നമ്മളിങ്ങനെ നടക്കണേ. ഇത് ജോസഫിന് മാത്രമുള്ള വേർഡല്ല, ഇത് ലോകത്തിലുള്ള എല്ലാ ദൈവവിശ്വാസികളുള്ള വേർഡാ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏത് സാധനം വേണമെങ്കിലും നിനക്ക് സ്വന്തമാക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് ഫോർ യു. അപ്പോ ജോസഫിനോട് ദൈവം പറയുകയാണ്, നീ നിന്റെ സഹോദരങ്ങളെ ഭരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ജോസഫിന് വാഗ്ദാനം കിട്ടി, വചനം കിട്ടി, പ്രോമിസ് കിട്ടി. And he kept it on his spirit. Hallelujah. പിറ്റേ ദിവസം വാഗ്ദാനം നിറവേറിയോ? ഇല്ല. How many years it took? Another 18 years. He kept the word within himself. ആത്മാവിൽ he made home with the word. അങ്ങനെ വചനം നിൽക്കുമ്പോൾ ഈ വചനങ്ങള് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവും. പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വരില്ല. The greater the promise, the greater will be the challenge. Hallelujah. നിനക്ക് നീ സ്വന്തമാക്കുന്ന വാഗ്ദാനത്തിന്റെ വലുപ്പമനുസരിച്ച് അത് പ്രാവർത്തികമാക്കാനുള്ള പ്രതിസന്ധിയും വലുതായിരിക്കും. ഹല്ലേലൂയ. കാരണം എല്ലാ വിത്തുകൾക്കും അത് പൊട്ടി മുളച്ച് വരാനായിട്ടുള്ള ഒരു സമയമുണ്ട്. തക്കാളിയുടെ വിത്തിട്ട് കഴിഞ്ഞാൽ 2 ആഴ്ചക്കകത്ത് തക്കാളി ചെടി ഉണ്ടാവും എന്ന് വെച്ച് തേങ്ങേൻ്റെ വിത്ത് കൊണ്ടിട്ട് 2 ആഴ്ചക്കകത്ത് വരുമോ? ഇല്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. ആ എല്ലാം വിത്തുകളാണ്. അപ്പോൾ ആ വിത്തുകൾ വരുവാനായിട്ടൊരു സമയമുണ്ട്. അതിന് ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകണം. വിത്തെപ്പോഴാ മുളയ്ക്കുക? വിത്ത് മുളച്ചാരെങ്കിലും കണ്ടിട്ടുണ്ടോ? വിത്ത് സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് വെണ്ടക്കയുടെയോ വഴുതനങ്ങയുടെയോ പയറിൻ്റെയോ വിത്ത് കൊണ്ട് ഇതിൻ്റെ മേളിൽ വെച്ചാൽ വിത്ത് മുളയ്ക്കുമോ? ഇല്ല. The circumstance has to change. ആ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ മാറണം. അത് മാറി വിത്ത് മുളയ്ക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കണം. ആ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുന്നത്. അവിടെ അതിൻ്റെ എയർ, പ്രഷർ, സാഹചര്യങ്ങളെല്ലാം മാറ്റപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്ന് ആ സാഹചര്യങ്ങളെല്ലാം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും? വിത്ത് മുളയ്ക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ കുറേ പേർക്ക് വിത്തേ കയ്യിലില്ല. പിന്നെ ആരെങ്കിലും വിത്തുണ്ടെങ്കിൽ അത് പോക്കറ്റിലിട്ടോണ്ട് നടക്കുക. പോക്കറ്റിലിട്ടാൽ വിത്ത് വിതയ്ക്കില്ല, മുളയ്ക്കില്ല. വിത്ത് ഹാസ് ടു ബി സോൺ ഇൻ യുവർ സ്പിരിറ്റ്. പ്രൈസ് ദ ലോർഡ്. ചിലരുടെ ബൈബിളിൻ്റെ അകത്തുണ്ട്, ചിലരുടെ പുസ്തകത്തിൻ്റെ അകത്തുണ്ട്. കെട്ടുകണക്കിന് ധ്യാനത്തിന് പോയ ബുക്ക് അടുക്കി വെച്ച ആൾക്കാരുണ്ട്. എന്തിനാണോ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമല്ലേ, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ എന്ന് പറയാം. അത് എഴുതി വെക്കാനുള്ളതല്ല. എഴുതി വെക്കണത് വൈകിട്ട് വീട്ടിൽ പോയിട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നിന്റെ വചനത്തിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ വചനം നൽകുന്ന വാഗ്ദാനം അനുസരിച്ച് അതിൻ്റെ സർക്കംസ്റ്റൻസസ് മാറിക്കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ആദ്യം ജോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. ആദ്യം കൊല്ലാനാ തീരുമാനിച്ചു. പക്ഷേ അവൻ വചനത്തെ മുറുകെ പിടിച്ചിരുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രോമിസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭയപ്പെടണ്ട. അവൻ മുറുകെ പിടിച്ചിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കൊല്ലണ്ടാൻ തീരുമാനിച്ച് പൊട്ടക്കിണറ്റിലിടാൻ തീരുമാനിച്ചു. അങ്ങനെ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ഒരുത്തനെ തോന്നി, അവൻ പിന്നെയും പിടിച്ചുകൊണ്ടിരിക്കുക. അവനത്തിന് തോന്നി ഇവനെ കൊല്ലണ്ട, ഇവനെ വെറുതെ നിന്നെ പൊട്ടക്കിണറ്റിലിട്ട് കരണേ, 20 വെള്ളിക്കാശിന് ഈജിപ്തുകാർ കൊടുത്ത് അത്രയും പൈസയെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ ഒരുത്തിന് തോന്നുകയാണ്. ഇതെല്ലാം ദൈവം തോന്നിപ്പിക്കണതാണ് അവരെ കൊണ്ട്. അവൻ വചനത്തിൽ പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ജോസഫ് പൊട്ടക്കിണറ്റിൽ നിന്ന് പോയി പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നു. പൊത്തിഫറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും അവന്റെ കൂടെ ആരുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു എന്നല്ല, ദൈവം ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ 14:23. എന്താ 14:23? നേരത്തെ വായിച്ചതാ.
ഐഡിയ സ്റ്റാർ സിംഗർ 2 കാണാതിരിക്കുന്ന പോലെയാ കുറെ പേര് ഇരിക്കണത്. ഏതാണാവോ പറയുന്നത്, ആരോടാണാവോ പറയുന്നത്? പ്രിയമുള്ളവരെ, ഇത് പഠിക്കണം, ഇത് നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരണം, അല്ലാണ്ട് രക്ഷപ്പെടില്ല. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കണമെന്ന് വെച്ചറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഈ തുലാവർഷവും കാലവർഷമൊക്കെ ഉണ്ടാകുന്നതെന്നാണ്. ആണോ? അല്ല, അത് നാച്ചുറൽ കോഴ്സിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കും നമ്മുടെ ലൈഫിൽ. ചിലപ്പോൾ നീ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ വിവരക്കേട്. നീ പ്രാർത്ഥിക്കേണ്ട അതിനൊന്നും വേണ്ടിയിട്ടല്ല. പഠിക്കണേ, പാസ്സാകണേ, പരീക്ഷ പാസ്സാകണേ, ജോലി കിട്ടണേ, കല്യാണം കഴിക്കണേ, പ്രസവിക്കണേ, കുട്ടി ഉണ്ടാവണേ, ഇതിനൊന്നും വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട. ഇത് ലോകത്തെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ നിനക്ക് പേടിയായതുകൊണ്ട്, വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നു, അത് നിന്റെ വിവരക്കേടാണ്. നീ പ്രാർത്ഥിച്ചാലും ഈ കാര്യങ്ങളൊക്കെ നടക്കും നിന്റെ ജീവിതത്തിൽ. ചില സമയം വൈകുന്നു മാത്രമേ ഉള്ളൂ, എന്നാലും സംഗതി നടക്കും. പക്ഷേ ഏത് കോഴ്സ് ഞാൻ പാസ്സാകണം, ഏത് ജോലി ഞാൻ എടുക്കണം, ഞാൻ എവിടെ എത്തണം, ഏത് പെണ്ണിനെ ഞാൻ കെട്ടണം, എങ്ങനെയുള്ള കുട്ടി എന്നിൽ നിന്ന് വരണം, അതെങ്ങനെ തീരുമാനിക്കണത്? അതിന് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ നിന്ന് സോളമൻ വരണോ, നിന്റെ ഉള്ളിൽ നിന്ന് മർത്താ വരണോ, മറിയം വരണോ, യൂദാസ് വരണോ എന്ന് ആര് തീരുമാനിക്കും? വചനം തീരുമാനിക്കും. ഇതറിയുന്നതനുസരിച്ച് നിനക്ക് നിന്റെ ജീവിതത്തിലെ കുഞ്ഞുങ്ങളെ, നിന്റെ ജീവിതത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്താനുള്ള കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കത്തോലിക്കനും ക്രിസ്ത്യാനി ആയിരിക്കണം നമ്മൾ ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. പ്രാരാബ്ദവും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇതൊക്കെ ലോകത്തിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞിരിക്കുക. ഇത് ലോകത്തിന്റെ ഭാഗമല്ല, ഇത് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ല. യു ഹാവ് ടു ബി ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. നീ തലയായിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്, നീ വാലായിരിക്കേണ്ടവരല്ല. നീ മലമുകളിൽ പണിത പട്ടണം പോലെ ഇരിക്കേണ്ടവനാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. 17-ാം വയസ്സിൽ വേറൊരു മഹാനുണ്ട് ബൈബിളിൽ. ദാവീദിന്റെ 4 ഭാര്യമാര്, അതിൽ ഊറിയയുടെ ഭാര്യ ബേത്ശേബ എന്ന് പറഞ്ഞ ഭാര്യയിൽ ഉണ്ടായ ഒരു മകനുണ്ട്. പേരെന്താണ്? ആരാണ്? സോളമൻ എങ്ങനെയാണ് രാജാവായത്? സോളമന് സാധാരണ ഒരു മകനായിരുന്നു. ബേത്ശേബയിലെ ദാവീദിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഭാര്യയല്ല. നമുക്കറിയാം, വളരെ മോശമായ രീതിയിലുണ്ടായ ഒരു കുട്ടിയാണ്, ബേത്ശേബയിലുണ്ടായ കുഞ്ഞാണ് സോളമൻ. ആ സോളമൻ മറ്റെല്ലാ മക്കളെക്കാളും ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവൻ രാജാവായി. എങ്ങനെ? അതിന് സോളമൻ അറിയാവുന്നൊരു കാര്യമുണ്ട്. ദാവീദിന് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. 2 സാമുവേൽ 7-ാമത്തെ അധ്യായം 12 മുതൽ വചനങ്ങളിൽ കർത്താവ് ദാവീദിനൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ തെറ്റു ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂൾ നിന്നെന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. അപ്പോൾ ദാവീദിനോട് കർത്താവ് പറയുകയാണ്, നിന്റെ മരണശേഷം കാലശേഷം നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി രാജാവാക്കും. വീണ്ടും 1 ദിനവൃത്താന്തം 17 നമ്മൾ വായിക്കുന്നുണ്ട്, 7 മുതലുള്ള വചനങ്ങൾ. ആട് മേയിച്ച് നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി തിരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെ എല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെക്കാൾ കീർത്തിമാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈരമായി വാസമുറപ്പിക്കും. ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്തെന്ന പോലെ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും. കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. അപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദാനം ദാവീദിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ വാഗ്ദാനം ഏതെങ്കിലും ഒരു മകന് ലഭിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് സോളമൻ അത് എങ്ങനെ സ്വന്തമാക്കി?
സോളമൻ യഥാർത്ഥത്തിൽ വലിയ ദൈവഭക്തനായിരുന്നു. മറ്റ് മക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോളമൻ വളരെ ദൈവഭക്തിയുള്ളൊരു മകനായിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സോളമനെ കുറിച്ച്. ദാവീദിൻ്റെ കാലശേഷം അടുത്തൊരു രാജാവിന് നിൽക്കുന്ന സമയം വന്നപ്പോൾ ദാവീദിൻ്റെ 2-ാമത്തെ മകൻ രാജ്യത്വം കയറി പിടിക്കുകയാണ്. അങ്ങനെ രാജാവാകാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഹഗീത്തിൻ്റെ മകൻ അദോനിയ താൻ രാജാവാകുന്ന വൻപ് പറഞ്ഞു. അവൻ രഥങ്ങളെയും കുതിരയും 50 അകമ്പടിക്കാരെയും ഒരുക്കി. നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല. അബ്സലോമിന് ശേഷം ജനിച്ച അവനും അതികോമളനായിരുന്നു. അവൻ സെരൂയയുടെ മകൻ യോവാബിനോട് പുരോഹിതൻ അബിതായരോടും കൂടെ ആലോചിച്ചു. അവർ അവന് പിന്തുണ നൽകി. അങ്ങനെ ഈ മകൻ ദാവീദിൻ്റെ ശേഷം സ്വയം രാജാവാകാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ ബേർശബ ഉടനെ ദാവീദ് എടുത്തിട്ട് ചോദിക്കുകയാണ്, അങ്ങ് എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്, എൻ്റെ മകനെ രാജാവാക്കുന്ന വാഗ്ദാനം തന്നിട്ടുണ്ട്. അങ്ങനെ ബേർശബ ചെന്നിട്ട് ദാവീദിനോട് ചോദിക്കുകയാണ്, എൻ്റെ മകനെ ആക്കാന്ന് വാഗ്ദാനം തന്നിട്ടുള്ള സ്ഥിതിക്ക് ഇവൻ എങ്ങനെയാണ് രാജാവാകുന്നത്? അപ്പോൾ ദാവീദ് അതറിഞ്ഞ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ബേർശബയുടെ മകനായ സോളമനെ രാജാവാക്കുകയാണ്. അപ്പോൾ സോളമൻ രാജാവാകുന്നത് ആ വാഗ്ദാന പ്രകാരമാണ്. ദൈവം കൊടുത്തൊരു വാഗ്ദാനവും ദാവീദ് ബേർശബയ്ക്ക് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ ഫലമായിട്ടാണ് സോളമൻ രാജാവാകുന്നത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ വാഗ്ദാനം ദാവീദ് സോളമൻ അറിഞ്ഞിരിക്കുകയും സോളമൻ അങ്ങനെ രാജാവാകുകയും ചെയ്തു. അങ്ങനെ രാജാവായതിനു ശേഷം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സോളമൻ്റെ പ്രത്യേകതയാണ്. സോളമൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 4-ാമത്തെ വചനം. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദേവനോട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ രാജാവായ സോളമൻ ഒരു ചെറുപ്പക്കാരൻ, അവൻ രാജ്യം ഭരിക്കാനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. 1000 ബലികൾ അർപ്പിച്ചു അവൻ ആ പ്രായത്തിൽ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രീതി കിട്ടിയ അവനോട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അവൻ പറയാണ്, രാജ്യം ഭരിക്കാനുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് തരണം. അങ്ങനെയാണ് നമ്മൾ കാണുന്ന സോളമൻ ഇത്രയും മഹാനായ ഒരു രാജാവായി ഭരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഈ കാലഘട്ടത്തിൽ എല്ലാ ചെറുപ്പക്കാർക്കുള്ള ഒരു വാഗ്ദാനമാണ്. നമ്മൾ ഈ ലോകത്തിലെ ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ അറിയാതെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും ഈ ലോകത്തിൻ്റെ പുറകെ നടന്ന് നമ്മളിങ്ങനെ നടക്കുകയാണ്. ബൈബിൾ ഇതേപോലെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിൻ്റെ വേറൊരു ഭാര്യയുടെ മകനായ അമ്നോൻ ഈ പ്രായത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അമ്നോൻ താമാർ എന്ന് പറഞ്ഞ വേറൊരു ഭാര്യയുടെ മകളെ പ്രാപിക്കാനായിട്ട് അവൻ കെണിയൊരുക്കുകയാണ്. അങ്ങനെ അവളെ വലയിൽ വിരിച്ച് അവളെ വശീകരിച്ച് അവളെ പ്രാപിക്കുകയാണ്. അങ്ങനെ അത് താമാറിൻ്റെ സഹോദരൻ അബ്സലോം കാണുന്നു. അവനിതറിഞ്ഞ് ദേഷ്യം വന്ന് അമ്നോനെ വെട്ടിക്കൊല്ലുന്നു. അപ്പോൾ ഒരു വശത്ത് നമ്മൾ കാണുന്നുണ്ട് ദൈവഭക്തി ഇല്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊന്നും അറിയാത്ത 2 മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാകുമ്പോൾ സോളമൻ ദൈവത്തിൻ്റെ ആലയത്തിൽ പോവുകയും അവിടെ ബലിയർപ്പിക്കുകയും തൻ്റെ പിതാവിന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവനാകുകയും അത് അവൻ പ്രാപിച്ചെടുക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, ഇതാണ് വചനം നമ്മളെ മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണം? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ ബൈബിളിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം, അത് നമ്മൾ വിശ്വസിക്കണം, അതനുസരിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ സോളമനെ പോലെ നമുക്കും വലിയ ഉന്നതിയിലെത്തുവാനുള്ള എല്ലാ സാധ്യതകളും ബൈബിൾ നമുക്ക് തരുന്നുണ്ട്. യുവജനങ്ങളെ, യുവാക്കന്മാരെ, നിന്റെ ജീവിതം എന്തായി തീരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തെ ആക്കാനായിട്ട് ഇതിൻ്റെ അത് പ്രോമിസസ് ഉണ്ട്. പക്ഷേ നീ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണേ നീ ആലോചിച്ച് നോക്കുക. വയസ്സായവർക്കും ആക്കാം കേട്ടോ, കുറച്ചുകൂടി കഴിഞ്ഞാലൊക്കെ ഇത് നേടിയെടുക്കാം. വയസ്സായവർ വിചാരിക്കേണ്ട സമയമായി. അപ്പോൾ തനക്ക് 100 വയസ്സായിരിക്കെ തൻ്റെ ഭാര്യ സാറായുടെ ഉദരം വന്ധ്യമാണെന്നിരിക്കെ എന്ത് സംഭവിച്ചു? He got a promise. Praise the Lord. Hallelujah.
അതുകൊണ്ട് പ്രായപോയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ നിന്നും വലിയ കൃപകൾ, അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ അവൻ സകല വിശ്വാസികളുടെ അപ്പനായി മാറി. ആര്? അബ്രാഹാം. എത്രാമത്തെ വയസ്സിൽ? 100-ാമത്തെ വയസ്സിൽ. നിങ്ങൾക്ക് സാധിക്കും കേട്ടോ, പക്ഷേ ഈ വചനമുണ്ടാകണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടന്ന് ഓർക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് വൺ ഡേ ഐ വാസ് ഇൻ ചെന്നൈ. ഞങ്ങളൊരു റിട്രീറ്റ് നടത്തുകൊണ്ടിരിക്കുമ്പം മൈ വൈഫ് വാസ് ക്യാരിങ് അവർ 6th ബേബി. ഞങ്ങൾക്ക് 5ാമത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് ഗർഭത്തിൽ വെച്ച് 6 മാസത്തിൽ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ 6ാമത്തെ കൺസീവ് ചെയ്തു. ആൻഡ് ഷീ വാസ് ഓൾസോ 6 months ഇൻ ദ വൂം. അങ്ങനെ ഇരിക്കുമ്പോൾ ഐ വാസ് ഇൻ ചെന്നൈ. രാത്രി 12 മണിക്ക് പ്രിയ എന്നെ വിളിക്കുകയാണ്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. എനിക്ക് ബ്ലീഡിങ് തുടങ്ങിയിരിക്കുന്നു, എനിക്ക് പേടിയാകുന്നു, വേഗം തിരിച്ചു വരണം. ബാക്കി 4 കുട്ടികൾ വീട്ടിലുണ്ട്. അവൾ ഒറ്റയ്ക്കാണ്. ഞാൻ ചെന്നൈയിൽ റിട്രീറ്റ് നടക്കുന്ന 2ാമത്തെ ദിവസമാണ്. ഞാൻ പറഞ്ഞു തിരിച്ചു വരാൻ അസാധ്യമാണ്, കാരണം ഇവിടെ പകുതിയായിട്ട് നിൽക്കുകയാണ്, നീ പ്രാർത്ഥിക്കും. അപ്പോൾ അവൾ പറയാണ് എനിക്ക് പേടിയാകുന്നു, കാരണം 5ാമത്തെ കുഞ്ഞ് ഇതേപോലെ പോയ ഒരു അനുഭവം മനസ്സിൽ കിടപ്പുണ്ട്, ആ ഭയം കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, പ്രാർത്ഥിക്കും. ഞങ്ങളപ്പോൾ തന്നെ ഞങ്ങളുടെ ചെന്നൈയിൽ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം തരികയാണ്. പക്ഷേ 53:5 വചനം തരികയാണ്. നിന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ മേലുള്ള ശിക്ഷ നിനക്ക് രക്ഷ നൽകിയിരിക്കുന്നു, എൻ്റെ ക്ഷതങ്ങളാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഈ വചനം ഞങ്ങൾക്ക് കിട്ടുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇത് പ്രാർത്ഥിച്ചു. പ്രിയനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നീ ഈ വചനം ഇതാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ഇത് വെച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, വിശ്വാസത്തോടെ ഏറ്റുപറയാൻ പറഞ്ഞു. ആൻഡ് ഷീ പ്രേഡ്. ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു. വീണ്ടും എന്നെ വിളിച്ചു. വീണ്ടും ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയാകുന്നു, നടക്കുന്നില്ല, വേഗം വരണം. ഞാൻ പറഞ്ഞു നിനക്ക് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു 50 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. ഏറ്റുചൊല്ലുക. നിന്റെ അടിപ്പിണറുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, യേശുവേ നിന്റെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ ഏറ്റെടുത്ത അടിപ്പിണറുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരും. അവിടെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇവിടെയും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ 2 സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു എന്നെ. ഇല്ല, ഒരു എഫക്റ്റും ഇല്ല, ബ്ലീഡിങ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് പേടിയാകുന്നു, ഇതെന്തായാലും നമുക്ക് നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു ഭയപ്പെടണ്ട, കർത്താവിൻ്റെ വചനം ശക്തമാണ്, വചനം പ്രവർത്തിക്കും, നീ വിശ്വാസത്തോടെ വീണ്ടും ചെല്ലാം. ഒരു 20 മിനിറ്റ് കൂടി അത് ഏറ്റു പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചു പറഞ്ഞു ബ്ലീഡിങ് സ്റ്റോപ്പ്ഡായി. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വചനത്തിന് ഇതേപോലെ നമ്മൾ ആ വചനത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ കഴിഞ്ഞ കാല എക്സ്പീരിയൻസ് നമ്മളെ വേട്ടയാടും. പിശാച് നമ്മളോട് പറയും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയാണ് നിന്റെ ബ്ലീഡിങ് വന്ന് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഈ പ്രാവശ്യം നഷ്ടപ്പെടും, ചുറ്റുപാടിൽ ആരുമില്ല, നിനക്ക് ആരുമില്ല, നീ ഒറ്റയ്ക്കാണ്. അങ്ങനെ വലിയ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ പിശാച് നമ്മളെ കൊണ്ടുവരും. പക്ഷേ ഐ ടോൾഡ് ടു ഫോക്കസ് ഓൺലി ഓൺ ദ വേർഡ് ഓഫ് ഗാഡ്, ദ പ്രോമിസ് ഓഫ് ഗാഡ്. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയും എൻ്റെ അടിപ്പിണറുകളാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള വചനം. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവർ, ഇന്ന് റോസീന എന്ന് പറയുന്ന 6ാമത്തെ കുട്ടി വരുന്നത് ആ ഒരൊറ്റ വചനത്തിൻ്റെ ശക്തിയാലാണ്. And she's a beautiful child and it's a wonderful blessing to us. And that is the power of the word of God. Cling to it, focus on it. ചുറ്റുപാടും നോക്കരുത്. അതാണ് നിന്റെ വചനം. നിന്റെ ബ്ലീഡിങ്ങിന്റെ സമയം നിനക്കുള്ള വചനം ഇതാണ്. അവൻ്റെ അടിപ്പിണറുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. സിംഹം ഇരയെ നോക്കുന്നത് പോലെ ഫോക്കസ് ഓൺ ദ ടാർഗറ്റ്, ഓൺ ദാറ്റ് വേർഡ്. ബാക്കിയെല്ലാം നീ മറയ്ക്കുക, ആ വചനത്തിൽ മാത്രം നിന്റെ ഹൃദയം കൊണ്ട് നിക്ഷേപിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി. പ്രിയമുള്ള, ഇതാണ് വചനത്തിൻ്റെ ശക്തിയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് മേക്കിംഗ് ഹോം വിത്ത് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. വെറുതെ ഇതിലേയും തിരിഞ്ഞും തറഞ്ഞും നടന്ന് ആ സിനിമയും കണ്ട് ഈ സിനിമയും കണ്ട് ആ ഹോട്ടലിൽ പോയിട്ട് ഈ കളിയും കളിച്ച് ക്രിക്കറ്റും കളിച്ച് ഫുട്ബോളും കളിച്ച് നടക്കരുത്. ദിസ് ഈസ് ദ ടൈം യു നീഡ് ടു സെർച്ച് ദ വേർഡ് ഓഫ് ദ ലോർഡ്. 18 is the time, before 20 is the time. Cling to the word. Let it be there in your heart. നിന്റെ ഹൃദയത്തിൽ അത് കടന്നു വരട്ടെ. അതിനെ മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ 105-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നു, 15 മുതലുള്ള വചനങ്ങൾ, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവം ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന തകർത്തു കളയുകയും ചെയ്തു. ഈ പ്രോമിസ് കിട്ടിക്കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു?
ജോസഫിന് പ്രോമിസ് കിട്ടി കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ക്ഷാമമായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സംഗതികളും കർത്താവ് തകർത്ത് കളഞ്ഞു. അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു. അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു, അവന്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 17-ാം വയസ്സിൽ കൊടുത്ത പ്രോമിസ് പൂർത്തിയാകുന്നതുവരെ വചനം അവനെ പരീക്ഷിച്ചു. ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടും നമ്മൾ വചനത്തിൽ നിലനിൽക്കുമ്പോൾ. അങ്ങനെ നിങ്ങൾ നിലനിൽക്കുമ്പോൾ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രോമിസ് നിന്റേതായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയക്കുറവുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്താം. I'll continue in the next session about the power of the word of God, how to use the word of God. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കണം, പഠിക്കണം. ഇതിൻ്റെ അകത്ത് നിനക്ക് ആവശ്യമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള വചനമുണ്ട്, സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള വചനമുണ്ട്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള വചനമുണ്ട്, നല്ല ജീവിത പങ്കാളി കിട്ടാനുള്ള വചനമുണ്ട്, നല്ല മക്കളെ കിട്ടാനുള്ള വചനമുണ്ട്, നിന്റെ ബിസിനസ് വർദ്ധിക്കാനുള്ള വചനമുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും വാഗ്ദാനങ്ങളുണ്ട്. പക്ഷെ നിന്റെ കയ്യിൽ ഒന്നുമില്ല. അതാണ് നിന്റെ ദുരവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിക്കുക, ഒരു പുസ്തകമായിട്ട് വരിക. ഇവിടെ വരുമ്പോൾ, എവിടെ വചനം കേൾക്കാൻ പോകുമ്പോൾ ഒരു പുസ്തകം കയ്യിലുണ്ടാകണം. നിനക്ക് പറ്റിയ സാധനം അതിൻ്റെ അകത്ത് നിന്ന് തരും അപ്പോൾ ദൈവം. അതപ്പോൾ തന്നെ എഴുതിയിടണം. എഴുതിയിട്ടിട്ട് മറന്നു പോരുത്. കോമയിട്ട് ബ്രാക്കറ്റിലിട്ട് വീട്ടിൽ പോയിട്ട് അത് തുറന്ന് ബൈബിളെടുത്ത് വായിച്ചിട്ട് അത് 2-3 പ്രാവശ്യം വായിക്കണം. കർത്താവേ, നിന്റെ വചനം പറയുന്നുണ്ട്, നീ നിന്റെ വചനത്തിൽ നിലനിന്നാൽ നീ എൻ്റെ ശിഷ്യനാകുമെന്നും നിന്റെ വചനം എന്നെ സ്വതന്ത്രമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ബന്ധനാവസ്ഥയിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഈ വചനത്താൽ എന്നെ വിമോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം ഒരു 10-50 പ്രാവശ്യം കൊണ്ട് പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നീ പറഞ്ഞു നിൽക്കുമ്പോൾ ആ വചനം വിശ്വസിക്കാനുള്ള കൃപ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വചനം കൂടി പറഞ്ഞു നിർത്താം. ഹൗ ടു മേക്ക് ഹോം വിത്ത് ദ വേർഡ് ഓഫ് ദ ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങി വരും. പക്ഷി ചിറകിലെന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറൂസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. അപ്പോ ഒരു സിംഹം അതിൻ്റെ ഇരയെ കണ്ടെത്തി കഴിഞ്ഞാൽ, ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വെക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ പരിപാലിക്കും. അപ്പോൾ വചനത്തിൽ എങ്ങനെ നീ കണ്ണുവെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വചനം നിന്റെ ജീവിതത്തിന് വേണ്ട ഒരു പ്രോമിസ് നിനക്ക് ബൈബിളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, മേക്ക് ദാറ്റ് പ്രോമിസ് ദ സെന്റർ ഓഫ് യുവർ ലൈഫ്. അത് നിന്റെ കട്ടിലപ്പടിയിൽ എഴുതി വെക്കണം, നിന്റെ ഭിത്തിയിൽ എഴുതി വെക്കണം, നിന്റെ ബൈബിളിൽ ഉണ്ടായിരിക്കണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. സാഹചര്യങ്ങൾ മുഴുവൻ മോശമായിരിക്കാം, സാഹചര്യങ്ങൾ മുഴുവൻ നിനക്ക് എതിരായിരിക്കാം. പക്ഷെ നിന്റെ വചനത്തെ നീ പറഞ്ഞ് അതിൽ നീ ഹൃദയത്തിലേക്ക് അത് നിക്ഷേപിക്കണം. അങ്ങനെ നിക്ഷേപിച്ച ആ വചനം ആകുന്നതുവരെ നീ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ വചനം നിനക്ക് ആ പ്രശ്നത്തിൽ നിന്നും മോചനം തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെ? വേറൊന്നിലേക്കും ചിന്തിക്കരുത്, വേറൊന്നിലേക്കും കണ്ണു പോകരുത്. സിംഹം ഇര കിട്ടുന്ന ഒരു ഇരയെ കണ്ണേരെ കണ്ടു കഴിഞ്ഞാൽ, അതിനെ ഫോക്കസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ സിംഹം അതിനെ കൊണ്ടേ പോകുള്ളൂ, അതിനെ പോലേ പോകത്തുള്ളൂ. അതുകൊണ്ട് ആൾക്കാർ എന്തൊച്ചയിട്ടാലും സിംഹം അതിനെ പിടിച്ചിരിക്കും. ഒരിക്കൽ അത് ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, once I got a focus with the prey, it will never go back. അതുപോലെ ആയിരിക്കണം നീ ദൈവത്തിന്റെ വാഗ്ദാനം കിട്ടിക്കഴിഞ്ഞാൽ അതോട് ചേർന്നിരിക്കണം. ഇതിനുള്ള ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. സാഹചര്യങ്ങൾ മുഴുവനും വളരെ മോശമായിരുന്നു. കാരണം സാധാരണ ഒരു മത്തായിയോ ചാണ്ടിയോ അല്ല ഉദരത്തിൽ കിടക്കുന്നത്. ആരാണ്? രക്ഷകൻ, ലോകത്തിന്റെ രക്ഷകൻ. ആൻഡ് ദ ചാലഞ്ച് ഈസ് വെരി ഹൈ. എങ്ങോട്ടൊക്കെ ഓടേണ്ടി വന്നു,
എവിടെയൊക്കെ പോകേണ്ടി വന്നു, എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു. ബട്ട് ഷീ വാസ് ഫെയ്ത്ത്ഫുൾ ടു ദ വേർഡ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് ഷീ ഗോട്ട് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ് ഇൻ ദ വേൾഡ്. ഇതേപോലെ നീ വിചാരിച്ചു കഴിഞ്ഞാൽ there are 8,500 promises in this book. നിന്റെ ജീവിതം എന്തായി മാറണം നീ തീരുമാനിക്കുക. ആരാ നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത്? നിങ്ങളുടെ ഭാവി ആരാ നിശ്ചയിക്കുന്നത്? നിങ്ങൾ എന്തായി മാറണം എന്ന് ആരാ നിശ്ചയിക്കുന്നത്? യു യോർ സെൽഫ്. എന്തുമായി മാറാൻ നിനക്ക് അൾട്ടിമേറ്റ് ആയിട്ട് മാറാൻ ഒരു സാധനം കൂടിയുണ്ട്. എന്താണ്? വേറൊരു ക്രിസ്തു ആയിട്ട് മാറാം. അത്രയും പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ദാവീദ് വേണമെങ്കിൽ ആകാം, യൂദാസ് വേണമെങ്കിൽ ആകാം, പിന്നെ പത്രോസ് വേണമെങ്കിൽ ഏതും ആകാം നിനക്ക്. പക്ഷേ നീ തീരുമാനിച്ച് പിടിച്ച് മുൻപോട്ട് പോകണം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാം. വചനത്തിൻ്റെ അനുസരണത്തിനായിട്ട് പരിശീലിക്കുക. അങ്ങനെ നിന്റെ ജീവിതത്തെ വചനത്തിന് ഇവിടുന്ന് പറയപ്പെടുന്ന വചനങ്ങൾക്ക് നീ കേട്ട ജീവിതം അനുസരിക്കുമ്പോഴാണ് നിനക്ക് വിശ്വാസം കിട്ടുക. ആ വിശ്വാസം ഉണ്ടെങ്കിൽ യു ക്യാൻ ബി ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ. ഈ പ്രോമിസ് ചെയ്തിരിക്കുക ഏത് വചനവും നിനക്കുള്ളതാ, ഏത് വചനവും നിനക്ക് സ്വന്തമാക്കാം. The greater the promise, the greater will be the challenge. That is the difference. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക, ഒരു പുതിയ ജീവിതം തുടങ്ങുക. ഇങ്ങനെ വെറുതെ അതിലേതിലേ നടക്കരുത്, അതും ഇതും ചെയ്തുകൊണ്ട് നടക്കരുത്. റീഡ് ദ വേർഡ് ആൻഡ് ക്ലിങ് ടു ദ വേർഡ് ആൻഡ് മേക്ക് ഹോം വിത്ത് ദ പ്രോമിസ് ഓഫ് ഗാഡ് ആൻഡ് ദറ്റ് പ്രോമിസ് വിൽ ബി യോഴ്സ്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, അതിനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. അമ്മയോട് പ്രാർത്ഥിക്കുക, മാതാവേ, പല വചനങ്ങൾ കേട്ടിട്ട് തിരസ്കരിച്ച് കരഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. അതൊന്നും എന്നോടല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ഇന്നും വട്ടക്കൊട്ടയിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സബ്മിറ്റ് യുവർ ലൈഫ്. വചനം പറയുമ്പോൾ അതനുസരിക്കാനുള്ള സന്നദ്ധത കാണിക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഫെയ്ത്ത് ഇൻ ഗാഡ്. ആ വിശ്വാസം വഴി വലിയ വലിയ വാഗ്ദാനങ്ങൾ എനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ ആ വചനത്തെ തിരസ്കരിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുക. ഇന്ന് മുതൽ നിന്റെ വചനത്തിനോട് എൻ്റെ കാതുകളും കണ്ണുകളും ഞാൻ ജാഗരൂകമായി തുറന്നു വയ്ക്കുന്ന ഈശോയോട് പറയുക. അടിയനിതാ സംസാരിച്ചാലും താവിൻ്റെ ദാസനിത എന്ന് പറയണം. എപ്പോൾ വചനം കേൾക്കാൻ വരുമ്പോഴും തുറന്ന ഹൃദയത്തോടെ വരണം, ഹൃദയശുദ്ധിയോടെ വരണം, കാപട്യത്തോടെ വഞ്ചനയോടെ വരരുത്, സ്വയം വഞ്ചിക്കരുത്. അപ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ വിശ്വാസം കിട്ടും. ഈ വിശ്വാസം വഴി നീ ആഗ്രഹിക്കണം നിനക്ക് ലഭിക്കും. അതിൽ കൃപയ്ക്കായിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ചെറുപ്പക്കാരെ, യങ്സ്റ്റേഴ്സ്, യു ക്യാൻ ബിൽഡ് യുവർ ലൈഫ്. പ്രായമായവർ വിഷമിക്കണ്ട. നിങ്ങൾക്കും ഇതിൽ നിന്ന് കുറേ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാം. ഏതായാലും മരിക്കുന്നതിന് മുമ്പ് കുറേ വാഗ്ദാനങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ട് പോകാം. വെറുതെ മരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. മേക്ക് ഹോം വിത്ത് ദ വേർഡ്. വചനം നിങ്ങളുടെ ഭിത്തികളിലും ഡെസ്കുകളിലും വാതിലുകളിലൊക്കെ ഉണ്ടാകട്ടെ. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതം ആരംഭിക്കാം. ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.